മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ലോകം എത്ര മാറിയാലും നിങ്ങൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ കാഴ്ചപ്പാട് മാറുന്ന ദിവസം ജീവിതം സന്തോഷകരമാകും. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ സത്യമുണ്ട്, സൗന്ദര്യമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഭക്തരെ, അവകാശം പറയാൻ കഴിയാത്ത ആത്മബന്ധങ്ങളെ നിങ്ങൾ ഒരുപാട് ചേർത്ത് പിടിക്കും. മനസ്സിൽ അവർക്കുള്ള സ്ഥാനം ആർക്കും കൊടുക്കാതെ. പക്ഷേ എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ അവർ നിങ്ങളുടെ ആരുമല്ലാതാകും. ഭക്തരെ, ചെറിയ കണ്ണുകൊണ്ട് വലിയ മനുഷ്യരെ കാണാം. എന്നാൽ വലിയ മനസ്സുണ്ടെങ്കിലേ ചെറിയ മനുഷ്യനെ കാണാനാവൂ. നിങ്ങൾ എപ്രകാരം സ്നേഹിക്കപ്പെടണമെന്ന് വിചാരിക്കുന്നുവോ അപ്രകാരം മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കണമെന്നാഗ്രഹിക്കുന്നതാണ് നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം. ഭക്തരെ, ഇല്ലാത്തതിനെക്കുറിച്ച് ആദിപ്പെടാതെ ഉള്ളതിൽ തൃപ്തിപ്പെടുന്നവർക്ക് സന്തോഷത്തിൻ്റെ വീര്യം കൂടും. ലാളിത്യമാണ് സന്തോഷത്തിൻ്റെ താക്കോൽ. അതാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ ലക്ഷ്യവും അർത്ഥവും. ഇഷ്ടമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചവരാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സാഹസിക സഞ്ചാരികൾ. ഭക്തരെ, ഒരാളെക്കുറിച്ച് ചിന്തിച്ച് ഉരുകുന്നതിന് മുമ്പ് അവരുടെ ചിന്തകളിൽ നിങ്ങളുണ്ടോ എന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഭക്തരെ, ചിലത് ബോധപൂർവം മറക്കണം, എന്നാലേ മുന്നോട്ടു പോകാൻ സാധിക്കൂ. തണൽ നൽകിയ വൃക്ഷങ്ങളെല്ലാം വെയിൽ കൊണ്ടിട്ടുണ്ട്. ഫലം നൽകിയ വൃക്ഷങ്ങളെല്ലാം കല്ലേറ് കൊണ്ടിട്ടുണ്ട്. സ്നേഹം നൽകിയ മനുഷ്യരെല്ലാം ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുമുണ്ട്. ഭക്തരെ, മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാത്തപ്പോൾ ജീവിതത്തിൽ എല്ലാം എളുപ്പമാകുന്നു. അവനവൻ്റെ കാര്യലാഭത്തിനു വേണ്ടി മാത്രം നിങ്ങളുമായി അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. ഭക്തരെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തിയെ പുറത്തെടുക്കാനുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുക. എത്ര വലിയ പ്രതിസന്ധിയിലാണ് നിങ്ങൾ ഉള്ളതെങ്കിലും അതിനെക്കുറിച്ച് ശാന്തമായി ചിന്തിക്കുക. ഒന്ന് മാത്രം ഓർക്കുക, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. ഭക്തരെ, എല്ലാത്തിനും അവസാനം എന്ത് നേടിയെന്ന ചോദ്യത്തിന് ഒന്നും വേണ്ടായിരുന്നു എന്ന ഉത്തരമാകരുത്. വാശി പിടിച്ചും വഞ്ചിച്ചും വേദനിപ്പിച്ചും നേടിയതൊന്നിനും ഒരു കാലത്തിനപ്പുറത്തേക്ക് ആയുസ്സുണ്ടാകില്ല എന്ന് ഓർക്കുക. ഭക്തരെ, ഈ വാക്കുകൾ എപ്പോഴും ഓർമ്മിക്കുക. ശക്തരായിരിക്കുക, എന്നാൽ അഹങ്കരിക്കരുത്. ദയ കാണിക്കുക, എന്നാൽ ദുർബലരാകരുത്. വിനയം കാണിക്കുക, എന്നാൽ ഭീരുക്കളാകരുത്. അഭിമാനിക്കുക, എന്നാൽ അഹംഭാവം പാടില്ല. ഭക്തരെ, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നിടത്തു നിന്ന് ആരെന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് നിന്ന് നിങ്ങൾ നിങ്ങൾക്കായി ജീവിച്ചു തുടങ്ങും. ഭക്തരെ, ജീവിതം വളരെ ചെറിയ കാലത്തേക്കുള്ളതാണ്. വെറുപ്പുകൾ ഒഴിവാക്കുക, പെട്ടെന്ന് ക്ഷമിക്കുക, സാവധാനം വിശ്വസിക്കുക, സത്യസന്ധമായി സ്നേഹിക്കുക. പുഞ്ചിരിക്കാനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്താതിരിക്കുക. ഭക്തരെ, ജീവിതത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 2 അവസരങ്ങളുണ്ടായേക്കാം. എന്നാൽ ജീവിതം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് അറിയുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.